ഇനി നമുക്ക് ബാക്ക് പോവാം. യൂസും കോഡും നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്ത് റീച്ച് ആക്കി എടുക്കാനും പറ്റും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്സും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, എന്നാലേ നമ്മുടെ ചാനൽ പതിയെ പതിയെ റീച്ച് ആവുള്ളൂ, യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആയതിനെ കുറിച്ചും കോപ്പിറൈറ്റിനെ കുറിച്ചും ലൈവ് സ്ട്രീമിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി നിങ്ങൾ കണ്ട് എന്നെയും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മളെപ്പോലെയുള്ള ക്രിയേറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ നമ്മുടെ ചാനലിലെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. ഞാനൊക്കെ പണ്ട് ആദ്യം എടുത്തിരുന്ന സമയത്തൊക്കെ ഒരു വീഡിയോ എടുത്താലും ഷോർട്ട് എടുത്താലും ഒരു ക്യാപ്ഷൻ പോലും കൊടുക്കാതെ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്. പലർക്കും ചിലപ്പോൾ അതിനെപ്പറ്റി അറിയില്ലാത്തത് കൊണ്ടായിരിക്കും. പിന്നെ ചിലർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റിയാണ്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഉടനെ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുന്നു, യൂട്യൂബ് എടുക്കുന്നു, ഇങ്ങനെ വലിച്ച് എത്ര വ്യൂസ് ആയെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അത് നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും, അതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ചാനലിൽ റീച്ച് ആവണം, നമുക്ക് വ്യൂസ് കിട്ടണം എങ്കിൽ അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തിലാണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹൈ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കണക്കാക്കിയിട്ട് റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ അത് എങ്ങനെയാണ് നമ്മുടെ കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്ക്രീനിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ യൂട്യൂബിലെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് പോലെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിസിബിലിറ്റി എന്ന് കാണുന്നിടത്ത് അൺലിസ്റ്റഡ് ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ട് ഹൗ ടു അപ്ലോഡ് വീഡിയോ ഓൺ യൂട്യൂബ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലെ യൂട്യൂബ് വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ട രീതി എന്നും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോസ് വ്യൂവേഴ്സിൻ്റെ മുന്നിൽ എത്തുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപ്ഷനും തമ്പനെയിലും ഒക്കെയാണ്. അത് കുറച്ച് അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അവർ അത് കാണാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിൽ തമ്പനെയിലും ക്യാപ്ഷനും ഒക്കെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷന് താഴെ കാണുന്ന ലൊക്കേഷൻ. ഇപ്പം ഞാനിവിടെ ലൊക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് താഴെ ആഡ് പ്ലേലിസ്റ്റ്. ഇപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആൾട്ടർനേറ്റഡ് കണ്ടന്റ് എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ വേറെ ആൾട്ടർനേറ്റഡ് കണ്ടന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നോ എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇനി നമുക്ക് താഴെയായിട്ട് കാണുന്ന അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡോണ്ട് അലോ റീമിക്സിംഗ് എന്നാണ് കൊടുക്കുന്നത്. കാരണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന അലോ ഓഡിയോ ആൻഡ് വീഡിയോ റീമിക്സിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ വീഡിയോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഡൗൺലോഡ് ചെയ്തെടുത്ത് അവർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അലോ ഓൺലി ഓഡിയോ റീമിക്സിംഗ്. അപ്പോൾ എൻ്റെ വോയിസ്, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന വോയിസ് മാത്രം അവർക്ക് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡോണ്ട് അലോ റീമിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ വീഡിയോ മറ്റാർക്കും ഇതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഡോണ്ട് അലോ റീമിക്സിംഗ് എന്നാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പോവാം. അവിടെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ അല്ല ചെയ്യുന്നത്, നിങ്ങളുടെ പെയ്ഡ് പ്രൊമോഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓണാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ നേരെ താഴെയായിട്ട് കമൻറ്റ് സെക്ഷൻ ഉണ്ട്. അവിടെയും നിങ്ങളുടെ ഇഷ്ടത്തിന് കമൻറ്റ് ഓണോ ഓഫോ ആക്കിയൊക്കെ കൊടുക്കാം.
നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും. ഞാനിവിടെ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് അതിനനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കൊടുക്കുക. വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ YT സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മുടെ യൂട്യൂബേഴ്സിന് യൂട്യൂബ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമാണ് YT സ്റ്റുഡിയോ. അത് ഇതുവരെയും ഡൗൺലോഡ് ചെയ്ത ആൾക്കാർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ മറ്റൊരു പേജിൽ ഓപ്പൺ ആയി വന്നു. അവിടെ നമ്മുടെ ടൈറ്റിൽ പിന്നെ കോപ്പി ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷന്റെ ആദ്യം കൊടുക്കുക. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കുറച്ച് കീവേഡ്സ് അത് നമുക്ക് ഹാഷ് ഇട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എൻ്റെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് ഹാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൗ ടു അപ്ലോഡ് വീഡിയോസ് ഓൺ യൂട്യൂബ് ചാനൽ, യൂട്യൂബ് വീഡിയോ അപ്ലോഡഡ്, ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ്, ഇങ്ങനെ 2-3 കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ ചാനലിന്റെ പേര്, ഞാനിവിടെ ഇപ്പോൾ കുറുമ്പീസ് വേൾഡ് എൻ്റെ ചാനലിന്റെ പേരും ഹാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കീവേഡ്സ് വേണമെങ്കിലും ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെ കറക്റ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങളൊരു റെസിപ്പി, ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൗ ടു മേക്ക് ചിക്കൻ കറി എന്നോ മലയാളത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നാൽ ഇത് മറ്റൊരാൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് ആ ആളുടെ മുന്നിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീവേഡ്സ് കൊടുക്കുന്നത്. ഇതിലൂടെ നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് കൂട്ടാം. നമ്മുടെ ചാനൽ ഇതുപോലെ നമുക്ക് റീച്ച് ചെയ്തെടുക്കാനും സാധിക്കും. ഇനി മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ടാഗ്, ഷോർട്ട്, റീമിക്സിംഗ് കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ടാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹാഷ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന അതേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇത് ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹാഷ് മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തോ ടൈപ്പ് ചെയ്തോ ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പോവാം. നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനെയിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുക. അതിനുശേഷം വിസിബിലിറ്റി എന്നുള്ളിടത്ത് നിങ്ങൾ എപ്പോഴാണോ പബ്ലിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഏത് ടൈമാണോ കൊടുക്കാൻ പബ്ലിക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോവുക, സേവ് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വീഡിയോ അതേ ക്വാളിറ്റിയിൽ തന്നെ അപ്ലോഡ് ആവുകയും അതേ ക്വാളിറ്റിയിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ മുമ്പിൽ എത്തുകയും ചെയ്യും. അപ്പോൾ അതുവഴി നമ്മുടെ വ്യൂസും കൂടും, ചാനൽ റീച്ച് ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതി. നിങ്ങൾ സ്ഥിരമായി ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമ്മുടെ ചാനലിൻ്റെ വ്യൂസും റീച്ചും ഒക്കെ കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.